Hello friends, welcome back to the channel. എൻ്റെ പേര് ഗോകുൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കാണാൻ പോകുന്നത് OnePlus 9ഉം OnePlus 9 Proയും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ ആണ്. കമ്പാരിസണിനേക്കാളും ഒരു സ്പെക്കിൻ്റെ അനാലിസിസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ OnePlus 9ഉം OnePlus 9 Proയും 23-ാം തീയതി 7:30 മണിക്ക് ലോഞ്ച് ഇവൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ലോഞ്ച് ഇവൻറ്റിൽ ഇത് ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും ഈ രണ്ട് ഫോൺസിൻ്റെയും ആ ഒരു പ്രൈസിങ് കണ്ടപ്പോഴത്തേക്കും പ്രൈസിങ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്. പക്ഷേ പ്രൈസിങ് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlusൻ്റെ ഫോൺസ് ആ ഒരു പഴയ ആ ഒരു തീമിലല്ല ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ OnePlusൻ്റെ ഫോൺസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു പണ്ട്? മീൻസ് ആ ഒരു പ്രൈസിങ് കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ഫ്ലാഗ്ഷിപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര എക്സ്പെൻസീവ് അല്ല, ഒരു മിഡ് റേഞ്ചിലായിരിക്കും ഫോൺ പ്രൈസ് ചെയ്യുന്നത്. പക്ഷേ ഫീച്ചേഴ്സ് ഏകദേശം ഇക്വലൻറ്റ് ടു ഫ്ലാഗ്ഷിപ്പ്. അതായിരുന്നല്ലോ OnePlusൻ്റെ ആ ഒരു മോട്ടീവ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. OnePlusൻ്റെ ഫോൺസ് ആണെങ്കിലും എക്സ്പെൻസീവ് ലെവലിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ പ്രൈസിങ്ങിൻ്റെ ഓരോ ലിസ്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ താമസിക്കുന്നില്ല, നേരെ അതിൻ്റെ സ്പെക്ക് അനാലിസിസിലോട്ട് നമുക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്കിനി സ്പെക്ക് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഓരോ ഫീച്ചേഴ്സായിട്ട് നോക്കി പോവാം. അപ്പോൾ ഫസ്റ്റ് ബിൽഡ് ക്വാളിറ്റി പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ OnePlus 9 ആണെങ്കിൽ OnePlus 9 Proയിലാണെങ്കിലും ഗ്ലാസ് ഫ്രണ്ടും ഗ്ലാസ് ബാക്കുമാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസിൻ്റെ ആ ഒരു പ്രൊഡക്ഷനാണ് വരുന്നത്. പിന്നെ ഫ്രെയിം ആണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് OnePlus 9ൽ, എന്നാൽ OnePlus 9 Pro നോക്കുമ്പോഴത്തേക്കും അലൂമിനിയമാണ്. അപ്പോൾ ആ ഒരു ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഈ ഫ്രെയിമിൻ്റെ ആ ഒരു ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ബെൻഡ് റെസിസ്റ്റൻസിനാണ് കൂടുതലും. ആ ഒരു ഫ്രെയിം നല്ല ക്വാളിറ്റി ആണെങ്കിൽ ബെൻഡിനൊക്കെ കുറച്ചുകൂടെ ആ ഒരു എന്താ പറയുക പ്രൊട്ടക്ഷൻ കുറച്ചുകൂടെ കാണും, അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് കാണും എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ളതിനൊക്കെ മാറ്റർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റർ ചെയ്യും. എന്നാൽ അതിനെപ്പറ്റി നിങ്ങൾ അത്രമാത്രം കൺസേൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ OnePlus 9 Pro ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ അടുത്ത IP റേറ്റിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ IP ആ ഒരു 6.8 റെസിസ്റ്റൻസ് OnePlus 9 Proയിൽ വരുന്നുണ്ട്. എന്നാൽ OnePlus നോർമൽ 9ന് കിട്ടുന്നുമില്ല. ഒരു റെസിസ്റ്റൻസും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം വലിയ തോതിൽ ആ റെസിസ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല എന്നർത്ഥം. നല്ല സൂക്ഷിക്കണം. വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ സ്പ്ലാഷസ് ആണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുവാണെങ്കിൽ 6.55 ഇഞ്ചിൻ്റെ Full HD പ്ലസ് ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് OnePlus 9ൽ കിട്ടുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. HDR10+ൻ്റെ സപ്പോർട്ടും ഉണ്ട്. അപ്പം നല്ല കളേഴ്സ് ആണെങ്കിലും നല്ല വൈബ്രൻ്റ് ആയിരിക്കും. HDR10+ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ, മിക്ക ഫോൺസിലും ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലാണെങ്കിലും വരുന്നൊരു ക്വാളിറ്റിയുള്ള ഒരു ഹൈ ഡൈനാമിക് റേഞ്ചിൻ്റെ സപ്പോർട്ടാണ്. എന്നാലും ഈ ഒരു ഫോണിലാണെങ്കിൽ അത് വരുന്നുണ്ട്. പിന്നെ 120 Hzൻ്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് കഴിഞ്ഞ തവണ നോക്കുമ്പോഴത്തേക്കും OnePlus 8 സീരീസ് നോക്കുവാണെങ്കിൽ OnePlus 8ന് 90 Hz, OnePlus 8 Proവിനാണെങ്കിൽ 120 Hz ആണ് വന്നത്. സോ ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് ഈ ഒരു സീരീസിൽ വരുന്നില്ല. പിന്നെ OnePlus 9 Pro നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ക്വാഡ് HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ LTPO ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നുണ്ട്. അതിന് അവർ ഭയങ്കരമായിട്ട് മാർക്കറ്റൈസ് ചെയ്യുന്നുണ്ട്. LTPOയുടെ ആ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള വ്യത്യാസം വരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വലിയ തോതിലുള്ള വ്യത്യാസം രണ്ട് ഫോൺസിലാണെങ്കിലും ഏകദേശം ഒരേ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പിന്നെ റിഫ്രഷ് റേറ്റിലാണെങ്കിലും മാറ്റമില്ല. 120 Hz വരുന്നുണ്ട്. ഹൈ ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും മാറ്റമില്ല. HDR10+ തന്നെയാണ്. സോ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ രണ്ട് ഡിസ്പ്ലേ ഏകദേശം ഒരേപോലെ തന്നെ നിങ്ങൾക്ക് തോന്നും. കാരണം ഫോണിൻ്റെ സ്ക്രീനല്ലേ, നമുക്ക് OLED സ്ക്രീൻസാണ് രണ്ടിലും കിട്ടുന്നത്. പിന്നെ ഫോണിൻ്റെ സ്ക്രീനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വലിയ തോതിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ആ ഒരു ഡിസ്പ്ലേസ് തമ്മിൽ നോക്കുമ്പോഴത്തേക്കും വരാൻ പോകുന്നില്ല. ആ ചേഞ്ച് നമുക്ക് കുറച്ചുകൂടെ ഹയർ വേർഷൻ എടുക്കുമ്പോഴത്തേക്കും അതിനായിട്ടുള്ള ആ ഒരു പ്ലസ് പോയിൻറ്റ്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേസ് തന്നെയാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ രണ്ടിലും Android 11 ആണ് വരുന്നത്, Oxygen 11 ആണ്. അതിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ലല്ലോ. പിന്നെ പ്രോസർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും രണ്ടിലും ആ ഒരു സാക്രിഫൈസ് ചെയ്തിട്ടില്ല. Snapdragon 888 ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ്രോയിഡ് ചിപ്സെറ്റാണ് വരുന്നത്. Qualcomm ഡെവലപ്പ് ചെയ്ത Snapdragon 888 5 നാനോമീറ്റർ ഫാബ്രിക്കേഷനിലും ബേസ് ചെയ്തുണ്ടാക്കിയ ആ ഒരു ചിപ്സെറ്റാണ്. പിന്നെ GPU ആണെങ്കിലും Adreno 660 ആണ് വരുന്നത്. ഞാൻ കുറച്ച് ബെഞ്ച് മാർക്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഈ Snapdragon 888 ആ ഒരു OnePlusലുള്ള Snapdragon 888 സത്യം പറഞ്ഞാൽ S21 Ultra'ക്കാളും ആ ഒരു സ്കോർ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ആ ഒരു ഈവൻ S21 Ultra വരെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫോൺ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ആണെങ്കിലും UFS 3.1 ആണ് രണ്ടിലും വരുന്നത്. ബാറ്ററി ആണെങ്കിൽ 4500 mAh ആണ് രണ്ടിലും വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് രണ്ടിലും 65 വാട്ടിൻ്റെ കേബിൾ ചാർജിങ് ഉണ്ട്. എന്നാൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് വയർലെസ് ചാർജിങ് നമുക്ക് OnePlus 9ൽ കിട്ടത്തില്ല. എന്നാൽ 9 Proയിലാണെങ്കിൽ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആയിട്ടുള്ള ഫീച്ചറുണ്ട്. സോ OnePlus 9ൽ അത് വലിയ മാറ്റർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വയർലെസ് ചാർജിങ് ഇല്ലാത്തത് ഇന്ത്യൻ വെർഷനിൽ മാത്രമാണ്. സോ അതെന്തുകൊണ്ടാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വേർഷൻ മീൻസ് ഇന്ത്യയിൽ അത്രമാത്രം വയർലെസ് ചാർജിങ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. OnePlus ഒരു വയർലെസ് ചാർജിങ് ഫീച്ചർ OnePlus 9ൽ നിന്ന് എടുത്ത് കളഞ്ഞത്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് നോർത്ത് അമേരിക്കൻ വേർഷനും യൂറോപ്പ് വേർഷനിലും ഉണ്ട്. അപ്പം അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയുന്ന ആരും സത്യം പറഞ്ഞാൽ വയർലെസ് ചാർജിങ് യൂസ് ചെയ്യുന്നില്ല.
നമ്മൾ കോമൺലി നോക്കുവാണെങ്കിൽ വളരെ ഒരു 5-10% ആൾക്കാരായിരിക്കും വയർലെസ് ചാർജിങ് യൂസ് ചെയ്യുന്നത് ടോട്ടൽ ആ ഒരു 100% നോക്കുവാണെങ്കിൽ. സോ ആ ഒരു റീസൺ കാരണമാണ് ഈ ഒരു വയർലെസ് ചാർജിങ് OnePlus 9 ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ സ്പീക്കേഴ്സ് ആണെങ്കിലും രണ്ടിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് സെറ്റപ്പാണ് വരുന്നത്. പിന്നെ 3.55mm ജാക്കിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ രണ്ടിലും അതില്ല എന്നുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അത് വലിയ ലിമിറ്റേഷൻ തന്നെയാണ്. ഇപ്പം വന്ന് എന്താ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെടുത്ത് കളയുന്ന ആ ഒരു ലെവലാണ് കാണപ്പെടുന്നത്. എന്തോ സ്റ്റൈൽ പോലെ അല്ലെങ്കിൽ സിഗ്നേച്ചർ പോലെ. ഇതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്യാമറ, ഹാസൽബ്ലാഡ് ആ ഒരു പേര് അല്ലേ. OnePlus 9 ആ ഒരു ഫുള്ള് തന്നെ ഹാസൽബ്ലാഡിഫൈഡ് ആണ്, അങ്ങനെ വേണം എടുത്ത് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാസൽബ്ലാഡ് എന്നുള്ള കാര്യം അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് എല്ലാ ഒരു പ്രൊമോഷൻ്റെ കാര്യത്തിലും. മീൻസ് ആ ഒരു പരസ്യമാണെങ്കിലും ലോഞ്ചിൻ്റെ ഇവൻ്റ് ആ ഒരു സമയത്താണെങ്കിലും എല്ലാ സമയത്തും ഹാസൽബ്ലാഡ് എല്ലായിടത്തും അത് തന്നെ. സോ അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു റിയൽ വേൾഡ് ടെസ്റ്റിലൂടെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കുറേ റിവ്യൂസൊക്കെ ഞാൻ കണ്ടു നോക്കി, അപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത് കുഴപ്പമില്ല എന്നുള്ള ഇമ്പ്രഷനാണ്, എല്ലാം സ്ട്രെസ് ഓൺ ചെയ്യുന്നത്, അങ്ങനെ ഭയങ്കര ഇമ്പ്രസീവ് അല്ല എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ആ ഒരു റിയൽ ലൈഫ് ആ ഒരു കമ്പാരിസൺ, ക്യാമറ ടെസ്റ്റ്, ബാക്കിയുള്ള ഫോൺസുമായിട്ടുള്ള ടെസ്റ്റ്, അതൊക്കെ സത്യം പറഞ്ഞാൽ ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേ കറക്റ്റ്ലി മനസ്സിലാവത്തുള്ളൂ. നിങ്ങളാണെങ്കിൽ അത് കണ്ടു നോക്കുക. എന്നാലേ ആ ഒരു ഹൈപ്പ് എന്തായാലും ഈ ഒരു ഇമ്പ്രഷനാണ് ഇപ്പോൾ കറൻ്റ്ലി ഇൻ എയർ നിൽക്കുന്നത്. അതായത് ഹൈപ്പിൻ്റെ അത്രയും മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഒരു പെർഫോമൻസ് ഓരോ വലിയ റിവ്യൂസ് ഇടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. പിന്നെ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ 48 MB ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. f1.8 ആണ് അതിൻ്റെ അപ്പർച്ചർ, വൈഡ് ആംഗിൾ ലെൻസാണ്. പിന്നെ 50 MB ഒരു അൾട്രാ വൈഡ്, f2.2 ആണ് അതിൻ്റെ അപ്പർച്ചർ. 2 MB ഒരു ഡെപ്ത് ക്യാമറ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, മോണോക്രോം എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. സോ അതിലെന്താണ് അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ നോർമലി 2 MB ഒരു ഡെപ്ത് ക്യാമറയൊക്കെ നമ്മൾ ബഡ്ജറ്റ് കാറ്റഗറിയിലാണ് കാണാറുള്ളത്. പക്ഷേ OnePlusന് ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ട്രിപ്പിൾ അല്ലെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലോട്ട് എത്താൻ വേണ്ടി ഒരു ശ്രമം പോലെ, അത് നമ്മൾ നോർമലി ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിലാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ. മീൻസ് ആ ഒരു 2 MB മാക്രോ അല്ലെങ്കിൽ ഡെപ്ത് എടുത്തിടുന്ന ആ ഒരു ഇത്. പക്ഷേ അത് OnePlus ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ എന്തിനാണ് ഇട്ടതെന്ന് എനിക്കൊരു വല്ലായ്മ പോലെ തോന്നുന്നു. OnePlusന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. പിന്നെ അടുത്ത നമ്മൾ OnePlus 9 Proയുടെ ആ ഒരു ക്യാമറ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ 48 MB ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. വീണ്ടും f1.8 വൈഡ് ആംഗിൾ ലെൻസ്, പിന്നെ 8 MB ടെലിഫോട്ടോ, അതാണ് ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നത് കേട്ടോ. മറ്റേ OnePlus 9 നോർമൽ 9 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 8 MB ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 3.5x വരെയാണ് അതിൻ്റെ സൂം വരുന്നത് ടെലിഫോട്ടോയുടെ. പിന്നെ 50 MB ഒരു അൾട്രാ വൈഡ് ലെൻസും സെയിം f2.2 ആണ് വരുന്നത് അതിൻ്റെ അപ്പർച്ചറായിട്ട് വരുന്നത്. പിന്നെ 2 MB ഡെപ്തും വരുന്നുണ്ട്, അതായത് മോണോക്രോം ആ ഒരു സെൻസർ. ഇതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല എന്തിനാണ് അവർ അതെടുത്ത് വെക്കേണ്ട കാര്യം. കുറച്ചുകൂടെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്ന്. പിന്നെ വീഡിയോയുടെ കാര്യം നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ രണ്ട് ഫോൺസിലും വലിയ തോതിലുള്ള വ്യത്യാസങ്ങളില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. അതായത് 8K 30 FPS നിങ്ങൾക്ക് രണ്ട് ഫോൺസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈവൻ ദോ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എനിക്ക് വലിയ തോതിൽ തോന്നുന്നില്ല 8K 30 FPS ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ കിട്ടും. അതിനെ കുറച്ച് കൺവേർട്ട് ചെയ്യും 4Kയിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആ ഒരു ബെനിഫിറ്റൊക്കെ കാണുമായിരിക്കാം. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ 4K ചെറിയൊരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. അതായത് OnePlus 9 Proയിൽ നിങ്ങൾക്ക് 120 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നാൽ OnePlus 9 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു ലിമിറ്റേഷനുണ്ട്. അതുമാണെങ്കിലും എത്രത്തോളം ബാധകമാവും എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യാനുള്ളത്. പിന്നെ 1080p ആണെങ്കിലും നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ ഒന്നും വരുന്നില്ല. 240 FPS വരെ രണ്ടിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ട്. സോ അതിലാണെങ്കിലും ലിമിറ്റേഷൻ ഇല്ല. പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോയുടെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും ബാക്ക് ക്യാമറ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം രണ്ടിലും ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ ആണെങ്കിലും ആ ഒരു എന്താ പറയുക അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുമായിരിക്കും. എന്നാലും ടോട്ടലി ഇൻ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള വ്യത്യാസം വരാൻ പോകുന്നില്ല. പിന്നെ സെൽഫി ക്യാമറ നോക്കുവാണെങ്കിൽ രണ്ടിലും 16 MB വൈഡ് ആംഗിൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ചെറിയൊരു ലിമിറ്റേഷൻ തന്നെയാണിത്. വേറൊന്നുമല്ല, 2-3 ജനറേഷൻ ആയിട്ട് ഇവർ ഈ സെയിം സെൽഫി ക്യാമറ, അതായത് സെയിം മെഗാ പിക്സൽ സെയിം സെൻസർ തന്നെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സെൽഫിയിൽ എന്താ ഇത്രമാത്രം ആൾക്കാർ കൺസേൺഡ് അല്ലേ സെൽഫിയെ പറ്റി? എനിക്ക് തോന്നുന്നത് മിക്കവരും കൺസേൺഡ് ആയിരിക്കുന്നത് തന്നെ സെൽഫി ക്യാമറാസിനെ പറ്റിയാണ്. ബാക്ക് ക്യാമറാസ് കൺസേൺഡ് ആണ്, എന്നാൽ സെൽഫി ക്യാമറ ആണെങ്കിലും കൺസേൺഡ് ആണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ കൂടുതലും എടുക്കുന്ന സെൽഫീസ് ആയിരിക്കും അല്ലേ. അപ്പം അതിൽ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തായിരുന്നു എന്നെനിക്കൊരു സജഷൻ ഉണ്ട്. ഇത്രയും ആ ഒരു കുറച്ച് നാളായിട്ട് തന്നെ ഇവർ ഈ സംഭവം തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ച് ജനറേഷൻസ് ആയിട്ട്. സോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നെനിക്കൊരു പേഴ്സണൽ സജഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ പ്രൈസ് ഓരോന്നായിട്ട് നോക്കുവാണെങ്കിൽ 8GB 128GB വേരിയൻറ്റിന് OnePlus 9 സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. 50,000 രൂപ എന്ന് പറഞ്ഞാൽ അത് ചീപ്പും അല്ല അല്ലെങ്കിൽ മിഡ് റേഞ്ചും അല്ല, അതൊരു എക്സ്പെൻസീവ് ലൈനപ്പ് തന്നെയാണ്. 50,000 സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും OnePlus 9 Proയിലോട്ട് പോകുമ്പോഴത്തേക്കും 65,000 റുപ്പീസാണ് സ്റ്റാർട്ടിങ്. 65,000 റുപ്പീസ്
അതൊരു നല്ല എക്സ്പെൻസീവ് ലൈനപ്പ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വ്യത്യാസം തോന്നുന്നത് 10,000 രൂപയുടെ ഇൻക്രീസാണ് ജനറേഷൻ്റെ ആ ഒരു വ്യത്യാസം വന്നപ്പോഴത്തേക്കും അവർ ആ ഒരു പ്രൈസിലും വ്യത്യാസം കൊണ്ടുവന്നത്. 10,000 രൂപയുടെ ഇൻക്രീസ്. 55,000 രൂപയായിരുന്നു OnePlus 8 പ്രോയുടെ പ്രൈസ്. പിന്നെ OnePlus 8 ആണെങ്കിലും 40,000 രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു അതിൻ്റെ പ്രൈസ് ആദ്യം ഇറക്കിയപ്പോഴത്തേക്കും. പിന്നെ 12GB 256GB വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും 55,000 രൂപയാണ് OnePlus 9ൻ്റെ സ്റ്റാർട്ടിങ്. 55,000 രൂപ. പിന്നെ OnePlus 9 പ്രോയിലോട്ട് പോകുമ്പോഴത്തേക്കും 70,000 രൂപയാണ്. 70,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എക്സ്പെൻസീവ് ആ ഒരു പ്രൈസ് തന്നെയാണ്. എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ല എക്സ്പെൻസീവ് ഫോൺ തന്നെ എന്തുകൊണ്ടും പറയണം അല്ലേ OnePlus 9 പ്രോയുടെ ആ ഒരു പ്രൈസിങ് കാണുമ്പോഴത്തേക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് OnePlusനെ വലിയ തോതിൽ ബ്ലെയിം ചെയ്യാൻ തോന്നുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല. കുറച്ച് നാൾ മുന്നേ നമുക്കറിയാം ആപ്പിൾ ഒരു പരിപാടി ചെയ്തു. അതായത് അവർ ചാർജേഴ്സ് ബോക്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ബോക്സിലാക്കൂടെ കുറച്ച് ചവർ പേപ്പറും ഫോണും മാത്രമാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലാക്കി ബോക്സൊക്കെ കുഞ്ഞാക്കി. എന്നിട്ട് അവർ അതിനെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു. അവർ ചെയ്യുന്നത് എന്തോ വലിയ സംഭവമാണ്, അവർ എൻവിറോൺമെൻറ്റിനെ സേവാണ് ചെയ്യുന്നത്, അവർ കാരണം കൂടുതൽ ആൾക്കാർ ജീവിക്കും എന്നൊക്കെ അവർ പറഞ്ഞു അല്ലേ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ അതുമല്ല, അവർ ഏറ്റവും പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നടന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്തു എനിക്ക്. വേറൊന്നുമല്ല, അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ബാക്കി എല്ലാവരും ഫോളോ ചെയ്യുന്നു, അവർ പ്രതീക്ഷിക്കുന്നു എന്നവരെടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കമ്പനീസൊക്കെ അതിനെ എഗെയിൻസ്റ്റ് നിൽക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനല്ല. സാംസങ്ങിനെ പോലത്തെ ഒരു ടെക് ജയൻറ്റ് സെയിം പരിപാടി. അതായത് ആദ്യം അവരെ കളിയാക്കി, കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഇറക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സെയിം പരിപാടി തന്നെ അവർ ഒരു നാണവും മാനവും ഇല്ലാതെ കാണിച്ചു. അതായത് ചാർജേഴ്സ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അതിനെപ്പോലെ ഒരു ഒറ്റ ഉളുപ്പില്ലാത്ത കമ്പനി സാംസങ് പോലെ വേറെ ആരുമില്ല എന്ന് തന്നെ എടുത്ത് പറയണം. ആപ്പിൾ പിന്നെ അവരെ സ്റ്റാൻഡ് കീപ്പ് ചെയ്തു അറ്റ്ലീസ്റ്റ്. അതായത് അവരെ ഫോൺസിൽ നിന്ന് എല്ലാ ഫോൺസിൽ നിന്ന് ഈവൻ SE വരെ അവർ ചാർജേഴ്സ് എടുത്ത് കളഞ്ഞു. എല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം എന്നുണ്ട്. പക്ഷേ സാംസങ് ചെയ്യുന്ന പരിപാടിയോ ബഡ്ജറ്റ് ഫോൺസിലെല്ലാം ചാർജേഴ്സ് വെച്ചിട്ടുണ്ട്. അതെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബഡ്ജറ്റ് ഫോൺസിലെല്ലാം ചാർജേഴ്സ് വെച്ചിട്ടുണ്ട്, എന്നാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ അവർ ചാർജേഴ്സ് എടുത്ത് കളഞ്ഞു. അങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വാങ്ങുന്നവന്മാർ മണ്ടന്മാർ, എക്സ്ട്രാ നമ്മൾ ചാർജർ പൈസ കൊടുത്ത് വാങ്ങട്ടെ എന്നുള്ള രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതൊരു അർത്ഥവും ഇല്ലാത്തൊരു എത്തിക്സും ഇല്ലാതെ രണ്ട് സൈഡിലും കാലിട്ട് നിൽക്കുന്ന പോലത്തെ പെരുമാറ്റമാണ് സാംസങ് ചെയ്യുന്നത്. അത് വേറൊരു കാര്യം. പക്ഷേ OnePlus വേണമെങ്കിൽ അവർക്ക് അതേപോലെ ഫോളോ ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അവരിൽ നിന്നും മാറി നിന്നു. അതായത് 65 വാട്ടിൻ്റെ ഇൻബോക്സ് ചാർജർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് തന്നെ ചാർജർ വരുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ തോതിലുള്ള സന്തോഷം തന്നെയാണ് എനിക്ക് കിട്ടിയത്. ബാക്കി അവരെ പോലെ ഫോളോ ചെയ്യുന്നില്ല, അവരെ പോലെ ആവുന്നില്ല, അവരെ പോലെ കസ്റ്റമേഴ്സിനെ ചതിക്കുന്നില്ല. കുറച്ചുകൂടെ നല്ല ആ ഒരു കസ്റ്റമർ റെസ്പോൺസ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർ കുറച്ചുകൂടെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നവർ കൺസിഡർ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്നറിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ സന്തോഷം തന്നെയാണ് കിട്ടിയത്. അതുമല്ല, അവർ കേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോണിൻ്റെ. അല്ലാതെ ആപ്പിളിൻ്റെ തക്കം ജസ്റ്റ് ഒരു ഫോൺ ബോക്സ് തുറക്കുമ്പോഴത്തേക്കും ഫോൺ മാത്രം കുറച്ച് ചവർ പേപ്പറും ഹലോ വെൽക്കം കുറച്ച് സ്റ്റിക്കേഴ്സ്, അവരുടെ സ്റ്റിക്കേഴ്സൊക്കെയാണ് അവർ തരുന്നത്. ഭയങ്കര സംഭവമാണല്ലോ. സോ അതിൻ്റെയൊക്കെ ആവശ്യമല്ല. അവർ കുറച്ചുകൂടെ ആൾക്കാരെ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഹാപ്പിനെസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോഴത്തേക്കും നല്ല തോതിലുള്ള സന്തോഷം തന്നെ എനിക്ക് തരുന്നുണ്ട്. ആപ്പിളിനെ എതിർക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ, നല്ല കാര്യമാണ്. ഞാൻ ആപ്പിളിനെ കംപ്ലീറ്റ്ലി കുറ്റം പറയുന്നതല്ല കേട്ടോ. അവരുടെ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ നല്ലതൊക്കെയാണ്. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലെയിം ചെയ്തത്. എന്തായാലും വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ആണെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമുള്ളതാണ്. സോ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, catch you guys in the next video.